നമസ്കാരം. ട്രാക്ക് 1 PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. SCRT സീരീസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ലോകത്തിന്റെ നെറുകയിൽ ജോഗ്രഫിയാണ് കേട്ടോ. ഒന്ന് സോഷ്യൽ സയൻസ് 9ാം ക്ലാസ്. അപ്പൊ ഇന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. മെയിനായിട്ടും നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്ന 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ, അതുപോലെ LP, UP, HSC ഇവർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ എല്ലാവരും ക്ലാസ്സുകൾ കാണുക കേട്ടോ. അപ്പൊ ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ ആരംഭിക്കുകയാണ്. ഇന്ത്യ എന്നത് ഒരു മിശ്ര ബഹുദൂര സംസ്കാരത്തിന്റെ നാടാണ്. ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാന്ന് നമുക്കറിയാലോ. അപ്പൊ ആദ്യകാലം മുതൽക്കേ പല വിദൂര ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൻകാലത്ത് പല ഘട്ടങ്ങളിലായി പല വഴികളിലൂടെ ഇന്നാട്ടിൽ വന്നെത്തുകയും സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ വഴിയാണ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത ഈ സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത്. അതായത് നമ്മൾ പറയാറുണ്ട് പിന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളും പലതരത്തിലുള്ള ഭാഷകളാണ്, വേഷങ്ങളാണ്, ആചാരങ്ങളാണ്, ആഘോഷങ്ങളാണ്, വിശ്വാസ പ്രമാണങ്ങളാണ്, കൃഷിയാണ്. എന്നാലും ഇന്ത്യയിൽ മൊത്തം വൈവിധ്യങ്ങളുടെ ഒരു നാടാണ് ഇന്ത്യ എന്നാണല്ലേ നമ്മൾ പറയാറ്. അപ്പൊ ഈ വൈവിധ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ഒരേ മനസ്സോടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഈ സാംസ്കാരിക വൈവിധ്യത്തിന് പിന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഗണ്യമായ പങ്കുണ്ട്. ഇങ്ങനെയൊക്കെ വൈവിധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിനൊരു ബേസ് എന്ന് പറയുന്നത് എന്താണ്? രാജ്യത്തിന്റെ ഭൂപ്രകൃതിയാണ്. വടക്കു ഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിന്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല. അപ്പൊ ഇന്ത്യയുടെ വടക്കുഭാഗം എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്ത്യയുടെ വടക്കുഭാഗം എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് കാണാൻ കഴിയുക? പർവ്വത മേഖലകളാണ് അല്ലെ. ഇന്ത്യയുടെ വടക്കുഭാഗം എടുത്താൽ നമുക്ക് കാണാൻ കഴിയാം. അപ്പൊ ഇത് നോർത്ത് അല്ലെ. ഈ ഭാഗത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയുടെ ഈ ഭാഗം എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് കാണാൻ കഴിയുക? പർവ്വത മേഖലയാണ്, ഹിമാലയം, ഉത്തരപർവ്വത മേഖല. ഇവിടെ നിന്നും കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാനായിട്ട് കഴിയും? ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് സമതല പ്രദേശമാണ് കാണാൻ കഴിയുക. അപ്പൊ അതിനുശേഷം നമുക്ക് കാണാൻ പറ്റിയ എന്താ? നടുഭാഗത്തായിട്ട് ഉപദ്വീപീയ പീഠഭൂമി. അതിന്റെ ഇത് വടക്ക് പടിഞ്ഞാറ് മേഖലകളിലായിട്ട് എന്താണുള്ളത്? മരുപ്രദേശമാണ്, മരുഭൂമിയൊക്കെ കാണപ്പെടുന്ന മേഖലയാണ് ഇത്. ഇവിടെ പശ്ചിമഘട്ടം, ഇവിടെ പടിഞ്ഞാറ്, ഇവിടെ പശ്ചിമം, ഇവിടെ പടിഞ്ഞാറ്, ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഇതാണ് മൊത്തത്തിലുള്ള ഇന്ത്യയുടെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഗണ്യമായ പങ്കുണ്ട്. വടക്കുഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിന്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല. അതിന് തൊട്ട് താഴെ ഫലഭൂഷ്ടവും വിശാലവുമായ സമതല പ്രദേശം. ഇതാ നമ്മൾ പറഞ്ഞ ഈ ഭാഗല്ലേ, ഇവിടെയാണ് സമതല പ്രദേശം. പിന്നെ പടിഞ്ഞാറ് മരുപ്രദേശം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് മേഖലയിൽ എന്താണുള്ളത്? മരുപ്രദേശമാണ്. മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമി. നമ്മുടെ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമിയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്തായിട്ടല്ലടാ. അപ്പൊ അതാണ്. പിന്നെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങൾ. ഇതാ പശ്ചിമഘട്ടത്തില് അതുപോലെ തന്നെ പടിഞ്ഞാറ് തീരപ്രദേശങ്ങളിലൊക്കെ ആയിട്ട് എന്താണ്? നമ്മുടെ തീരപ്രദേശങ്ങളാണ് കേട്ടോ ഉള്ളത്. ഇവിടെയായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നത്? നമ്മുടെ ദ്വീപ സമൂഹങ്ങളെ കാണാൻ കഴിയുന്നത്. ഇവിടെയായിട്ട് ലക്ഷദ്വീപും അതുപോലെ ഈ ഭാഗത്തായിട്ടാണ് എന്ത് കാണുന്നത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപും കാണപ്പെടുന്നത്. ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ ഈ വൈവിധ്യം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ? ഭൂപ്രകൃതിയിൽ ഈ വൈവിധ്യം രാജ്യത്തിന് സവിശേഷമായ സ്ഥാനവും ഇവിടെ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഈ ഭൂപ്രകൃതിയൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്. ഇതൊക്കെ ചേർന്ന് നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ കൃഷി, ജനജീവിതം എന്നിവ ക്രമപ്പെടുത്തിയിരുന്നു. വൈവിധ്യങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അതിനിടയിലും ഏകത്വത്തിന്റെ ഒരു നേർത്ത നൂലുകൊണ്ട് ഈ നാടിനെ, ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ഘടകമുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? ഇന്ത്യയുടെ ഈ ഒരുപാട് വൈവിധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യ ഈ വൈവിധ്യങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് എന്താണെന്നാ പറയുന്നത്? ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ്. അപ്പൊ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ താഴെ പറയുന്ന വിധം തരംതിരിച്ചിരിക്കുന്നു. അപ്പൊ 5ആയിട്ട് എന്തുണ്ട്? ഭൂപ്രകൃതിയെ തരംതിരിച്ചിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഉത്തരപർവ്വത മേഖല, രണ്ടാമത്തെ ഏതാണ്? ഉത്തരേന്ത്യൻ സമതലം, മൂന്നാമത്തേത് ഉപദ്വീപീയ പീഠഭൂമി, 4 ഇന്ത്യൻ മരുഭൂമി, 5 തീരസമതലങ്ങൾ, ദ്വീപുകൾ. അപ്പൊ ഏതൊക്കെയാ? ഒന്നാമത്തെ ഏതാണ്? ഇതാണ് കേട്ടോ. ഇതാണ് ഉത്തരപർവ്വത മേഖല. ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത് ഏതാണ്? ഇത് ഇവിടെ പശ്ചിമ ബംഗാളിന്റെ ഒക്കെ ഭാഗത്തായിട്ട് വരും കേട്ടോ. പിന്നെ മൂന്നാമതായിട്ട് എന്താ പറയുന്നത്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് നടുഭാഗത്ത്. ഇന്ത്യയുടെ മരുഭൂമി, താറില്ലേ, അതിവിടെയാണ്. പിന്നെ തീരദേശങ്ങളും ദ്വീപുകളും. അപ്പൊ നമുക്ക് അടുത്തലേക്ക് പോയാലോ?
ഇതാ ഇവിടെ അടിപൊളി ഒരു ഇന്ത്യയുടെ ഭൂപടം കിടക്കുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖല. ഈ ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തിട്ടില്ലടാ, ഇതാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അതുപോലെ ഇത് ഉത്തരേന്ത്യ സമതലം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണപ്പെടുന്നേ? ഉപദ്വീപീയ പീഠഭൂമി. പിന്നെ ഇതാണ് മരുഭൂമി പ്രദേശം. ഇന്ത്യയുടെ മരുപ്രദേശം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പടിഞ്ഞാറ് തീരസമതലം, ഇവിടെയാണെങ്കിലോ കിഴക്കൻ തീരസമതലം. ഇതിന്റെ ഇടയിലാണ് എന്തൊക്കെ ഉള്ളത്? ഇതാ നമ്മുടെ കുറെ ദ്വീപസമൂഹങ്ങൾ, അറബിക്കടലിലെ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം. മനസ്സിലാവുന്നില്ലടാ? ഇനി ലോകത്തിന്റെ മേൽക്കൂര. എന്താ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്? ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എന്താ? പാമീർ അല്ലെ? ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ. ശ്രദ്ധിക്കണം, PSCന്റെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിന്റെ മേൽക്കൂര. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്ക് അതിരായ ഉത്തരപർവ്വത മേഖല. ഇതുണ്ടോ? ഈ ഭാഗമാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഇതാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന എന്താണ്? പാമീർ. ഇവിടെ മുതല് വടക്ക് കിഴക്ക് വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായ പർവ്വതനിരയാണിത്. അപ്പൊ എന്താ പറയുന്നത്? ഈ പർവ്വതനിരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം പ്രായം കുറവാണെങ്കിലും വളരെ ഉയരമുണ്ട്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ വരുന്ന PSCക്ക്. അപ്പൊ നമ്മൾ അതൊക്കെ നോക്കിക്കണം കേട്ടോ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണ് ഇവ. എന്താ പറയുന്നത്? വലനം സംഭവിക്കുക. ഇതിങ്ങനെ വലനം സംഭവിച്ചിട്ടാണ് എന്തായിട്ട് മാറുന്നത്? പിന്നെ മടക്കു പർവ്വതങ്ങളായി മാറിയിട്ടാണ് നമുക്ക് ഈ ഉത്തരപർവ്വത മേഖലയിലെ പർവ്വതങ്ങളെല്ലാം കാണാനായിട്ട് കഴിയുന്നത്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. എന്താടാ പറയുന്നേ? പടിഞ്ഞാറ് സിന്ധു നദി മുതല് പടിഞ്ഞാറ് എവിടെ? ഇതല്ലേ പടിഞ്ഞാറ്? ഇതാണ് പടിഞ്ഞാറ്. ഇവിടുന്ന് സിന്ധു മുതല് ബ്രഹ്മപുത്ര നദി എവിടം വരെ ഉണ്ടടാ? ഈ വടക്ക് കിഴക്ക് ഭാഗം വരെ ഇല്ലേ? ഇവിടം വരെ ഏകദേശം 2400 കിലോമീറ്റർ ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? പർവ്വതനിരയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? ഉത്തരപർവ്വത മേഖലയുടെ 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇനി ഈ ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട് എന്നാ പറയുന്നത്. ഈ ഉത്തരപർവ്വത മേഖല എടുത്തിട്ടുണ്ടെങ്കിലേ ഏകദേശം 150 മുതൽ ഇതൊക്കെ ഇവിടെ ഈ 150 ഇവിടെയൊക്കെ പിന്നെ ഇവിടെയൊക്കെ 150ഉം അതുപോലെ ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് 400 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രകൃതിയാണ്. ഇവിടെ നമുക്ക് ഉത്തരപർവ്വത മേഖലയിൽ കാണാനായിട്ട് കഴിയുന്ന എന്താണ്? ഒരുപാട് ഹിമാനികളുണ്ട്, അതുപോലെ കൊടുമുടികളുണ്ട്, താഴ്വരകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സവിശേഷതകളുള്ള ഒരു ഭൂപ്രകൃതിയാണ് ഏത് എന്ന് പറയുന്ന ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. കിട്ടിയോടാ? അപ്പൊ എന്താ നമ്മൾ ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് പറഞ്ഞാൽ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഏത് എന്ന് പറയുന്നത്? ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അതുപോലെ താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിര. പ്രായം കുറവാണെങ്കിൽ എന്താണ്? ഉയരമേറിയതാണ്. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട ഇത് വടക്കു പർവ്വതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പൊ ഇതിന്റെ വീതി എന്ന് പറയുന്നത് എത്രയാന്നാ പറയുന്നത്? 150 മുതൽ 400 വരെ. നീളം എന്ന് പറയുന്നത് എത്രയാണ്? 2400 കിലോമീറ്റർ. ഇവിടെ നീളവും വീതിയും തമ്മിൽ മാറിപ്പോവരുത്. നീളം എന്ന് പറയുന്നത് എത്രയാണ്? 2400. അതായത് കിലോമീറ്ററിൽ വരികയാണ്. അത് എപ്പോഴും നീളവും ഉയരത്തിൽ വരുവാണെങ്കിൽ അത് എന്തായിരിക്കും? മീറ്ററിലായിരിക്കും അല്ലെ? കിലോമീറ്റർ വരെ വീതി ഉണ്ടാവും. താഴ്വരകൾ നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശം. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിക്കുക. അപ്പൊ ആദ്യം നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിനെയാണ് 5ആയിട്ട് തരംതിരിച്ച് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂപ്രകൃതിയായിരുന്നു ഏത് എന്ന് പറയുന്ന ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഈ ഉത്തരപർവ്വത മേഖലയെ വീണ്ടും നമ്മൾ എത്രയായിട്ട് തരംതിരിക്കുന്നുണ്ട്? 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഏതൊക്കെയാ? ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. മാറിപ്പോവരുത് കേട്ടോ. കിഴക്കൻ കുന്നുകൾ. അപ്പൊ ഇവിടെ ഏതാ?
എന്താണ് മടക്ക് പർവ്വതങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. എന്താ പറയുന്നത്? ഇതിങ്ങനെ വന്ന് ഇതാവുമല്ലോ, സമ്മർദ്ദത്തിന്റെ ബലത്താല് ഇതിങ്ങനെ മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നതിന് കാരണം എന്താണ്? വലനം അല്ലെ ഫോൾഡിങ് കേട്ടോ, ഓർത്തിരിക്കണേ. അപ്പൊ മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നതിന് കാരണം എന്താണ്? വലനം അല്ലെങ്കിൽ ഫോൾഡിങ്. ഇതിന് ഉദാഹരണമാണ് ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ. അപ്പൊ നമ്മുടെ ഹിമാലയം ഒക്കെ എന്തിന് ഉദാഹരണമാണ്? മടക്ക് പർവ്വതത്തിന് ഉദാഹരണം ആണ്. ഓർത്തിരിക്കണം കേട്ടോ. ഇനി നോക്കിയ സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെ പൊതുവെ പർവ്വതങ്ങൾ എന്നാണ് വിളിക്കുക. അപ്പൊ ഒരു പർവ്വതം എന്ന് പറയുന്നത് എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ. എന്താ പറയുന്നത്? സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 900 മീറ്റർ ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് എന്ത് എന്ന് വിളിക്കുന്നത്? പർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി ഹിമാലയത്തിലെ പർവ്വത നിരകളുടെ ഒരു ഇതെങ്ങനെ ഒരു ഗ്രാഫ് ഇവിടെ തന്നിരിക്കുന്ന കണ്ടോടാ. ഏതൊക്കെയാ? കാരക്കോറം, ലഡാക്ക്, പിന്നെ ഇതുണ്ടോ, ഇതെല്ലാം പർവ്വത നിരകളായി തന്നിരിക്കുന്ന എല്ലാം. ഇതില് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് കേട്ടോ ഈ റെഡ് കൊടുത്തിരിക്കുന്ന കാരക്കോറം, ലഡാക്ക് നിരകള്. ഇനി ഹിമാലയത്തിൽ വരുന്ന ഏതൊക്കെയാണ്? ഇതാ സസ്കർ, പിന്നെ ഹിമാദ്രി വരുന്നുണ്ട്, ഹിമാചൽ വരുന്നുണ്ട്, അങ്ങനെ. പിന്നെ അടുത്തത് ഏതാണ്? കിഴക്കൻ കുന്നുകൾ. ഈ പച്ച കൊടുത്തിട്ടുള്ള ഈ പട്കായി, ഭൂമ്, നാഗ കുന്നുകള്, ഇതൊക്കെ ഏതില് വരുന്നതാണ്? ഹിമാലയം പർവ്വത നിരകളിൽ വരുന്നതാണ്. ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകൾ അവയുടെ സ്ഥാനം മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഈ ഒരു ഭൂപടം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഏറ്റവും വടക്കെന്ന് പറയുന്നത് ഇതല്ലടാ. അപ്പൊ ഈ റെഡിൽ കൊടുത്തിരിക്കുന്ന സൂചിക കൊടുത്തിരിക്കുന്നുണ്ടോ? ട്രാൻസ് ഹിമാലയം. ഇതാണ് ട്രാൻസ് ഹിമാലയം. ഇതിനെ നമ്മൾ വേറൊരു പേരിലും കൂടെ പറയുന്നു. എന്തെന്നാ പറയുന്നത്? ടിബറ്റ് ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഇതിന്റെ മറ്റൊരു പേരെന്താ? ടിബറ്റ് ഹിമാലയം. അപ്പൊ ട്രാൻസ് ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? ടിബറ്റ് ഹിമാലയം. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? ശരാശരി ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഉയരത്തിന് എപ്പോഴും മീറ്ററിലാ പറയാന്ന്. അപ്പൊ ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന്. അപ്പൊ ശരാശരി ട്രാൻസ് ഹിമാലയത്തിന്റെ ഉയരം എത്രയാണ്? 3000 മീറ്റർ ആണ് കേട്ടോ. ഈ 3000 മീറ്റർ ഉള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇവിടെ ഏകദേശം 40 കിലോമീറ്റർ വീതിയും അതുപോലെ തന്നെ എന്താ പറയുന്നത്? 965 കിലോമീറ്റർ നീളവും ഉണ്ട്. 965, ഇവിടെ മുതൽ ഇവിടെ വരെ കേട്ടോ 965 കിലോമീറ്റർ നീളവും ഉണ്ട്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമിർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. എന്താ പറയുന്നത്? കാരക്കോറം, ഈ കാരക്കോറം ഇല്ലേ, അത് നിര ഹിമാലയ പർവ്വതത്തെ, ഹിമാലയത്തിന്റെ ഈ ഭാഗത്തുള്ള ഹിമാലയ പർവ്വതം ഇല്ലേടാ, ഈ ഹിമാലയത്തെ കാരക്കോറം എന്തുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്? പാമീറുമായിട്ട്. അപ്പൊ പാമീറിനെയും പിന്നെ അതുപോലെ തന്നെ ഹിമാലയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? കാരക്കോറാണ് കേട്ടോ. ഓർത്തിരിക്കണേ. ഇതില് ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും അതുപോലെ 965 കിലോമീറ്റർ നീളവുമുണ്ട്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമിർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകൾ കണ്ടില്ലേ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയാണ് ഈ സമാന്തര പർവ്വത. ഇവ 3 ചേർന്നതാണ് ഹിമാലയം എന്ന് പറയുന്നത്. നമ്മളിപ്പോ കണ്ടില്ലേ, ഇതുണ്ട് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഈ 3 ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹിമാലയം എന്ന് പറയുന്നത്. ഏതൊക്കെയാ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇത് 3 ചേരുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? ഹിമാലയം. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട് എന്നാ പറയുന്നത്. ഇതുണ്ടോ? സിവാലിക് സ്ഥിതി ചെയ്യുന്ന ഇവിടെ ഏറ്റവും തെക്കാണ് കേട്ടോ. ഹിമാലയത്തിന് ഏറ്റവും തെക്കായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? സിവാലിക് സ്ഥിതി ചെയ്യുന്നത്. ഇതെന്താന്ന് പറയുന്നത്? ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നു. അപ്പൊ എന്താ പറയുന്നത്? ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം, ഏറ്റവും പുറമേ അല്ലടാ, ഹിമാലയത്തിന്റെ ഏറ്റവും ഇതുണ്ട് തെക്ക് ഭാഗമല്ലേ, ഏറ്റവും പുറമേ അല്ലേ, അതുകൊണ്ട് ഇതിന് എന്ത് എന്ന് പറയുന്നു? ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നു.
ഇനി സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ഇതേ സിവാലിക്കിന്റെ വടക്ക് എന്ന് പറയുന്നത് ഏതാടാ? ഇത് കണ്ടോ, സിവാലിക്കിന് തൊട്ട് മുകളിലായിട്ടല്ലേ വടക്ക് എന്ന് പറയുന്നത്, ഇതല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ നോർത്ത്. അപ്പൊ സിവാലിക്കിന്റെ വടക്ക് ഹിമാചൽ എന്തെന്നാ പറയുന്നത് 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ. ഇതറിയപ്പെടുന്ന പേര് ലെസ്സർ ഹിമാലയം എന്നാണ്. ഇത് അറിയപ്പെടുന്ന പേരെന്താ? ഈ ഹിമാചൽ അറിയപ്പെടുന്ന പേരെന്താ? ലെസ്സർ ഹിമാലയം. അപ്പൊ ഔട്ടർ ഹിമാലയം എന്നറിയപ്പെട്ട ഏതായിരുന്നു? സിവാലിക് അല്ലെ. അതുപോലെ ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഏതാണ്? ഹിമാചൽ. ഈ നിരക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഈ നിരക്ക് എത്രയുണ്ട്? ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഇനി ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകൾ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി, ഏറ്റവും മേലെയുള്ള ആള് ഇതുണ്ടോ, സിവാലിക്കിന്റെ വടക്ക് ഹിമാചല്. ഹിമാചലിന്റെ വടക്കായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഹിമാദ്രി. ഇത് കണ്ടോടാ, ഈ പർപ്പിൾ കളറിൽ ഒരു ലൈൻ പോകുന്നുണ്ടോ? ഹിമാദ്രി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ, ഹിമാദ്രി. അപ്പൊ എന്താ പറയാ, ഇതിന് ഏതൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നത്? ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം. അപ്പൊ ആരൊക്കെയാ? ഔട്ടർ ഹിമാലയം എന്ന് പറഞ്ഞ ആരാണ്? സിവാലിക്കാണ്. അതുപോലെ തന്നെ ഹിമാചലിൽ നമ്മൾ എന്ത് പറഞ്ഞു? ലെസ്സർ ഹിമാലയം. അതുപോലെ ഗ്രേറ്റർ ഹിമാലയം അല്ലെ ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ്? ഹിമാദ്രി. ഇനി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണിത്. എന്താ പറയുന്നത്? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരമുണ്ട്? 6100 മീറ്റർ ആട്ടോ, സോറി, കിലോമീറ്റർ അല്ല, മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണിത്. ഏകദേശം 25 കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി. ഇതിന്റെ വീതി എന്ന് പറയുന്നത് എത്രയാണ്? 25 കിലോമീറ്റർ ആണ്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ നിരയിലാണ്. അപ്പൊ നോക്കിയേ, ഹിമാദ്രി ഏറ്റവും വടക്കായിട്ടല്ലേ കാണപ്പെടുന്നത്. ഈ ഹിമാദ്രിയുടെ ഇവിടെയാണ് നമുക്ക് കൂടുതൽ മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളും കൊടുമുടികളും ഒക്കെ കാണപ്പെടുന്നത്. അത് തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഹിമാദ്രിയിൽ ആണ്. അവിടെ കിട്ടുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പൊ കൊടുമുടികളും കാണപ്പെടുന്നത് ഈ നിരയിലാണ്. ഇനി ഹിമാലയത്തിന്റെ പിറവി എങ്ങനെയാ എന്നാ പറയുന്നത്? ലോകത്തിലെ ഉയരമേറിയ പർവ്വത നിരകളിൽ ഒന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ് ആര്? ഹിമാലയം. അപ്പൊ ഇവിടെ ഇതാ ഒരു ബോക്സിൽ ഞാൻ എന്നും പറയുന്ന പോലെ PSCന്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ബോക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടുക എന്നുള്ളത്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോണം അല്ലെ. അപ്പൊ ഇതാ ശിലാമണ്ഡല ഫലങ്ങള്. ഭൂവൽക്കവും മാന്റിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഏതൊക്കെയാടാ? ഭൂവൽക്കം, മൂന്ന് റൗണ്ട് ആയിട്ട് കണ്ടിട്ടില്ലേ? ഇങ്ങനെ നടുക്ക് കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട് 3 ലെയർ. തണ്ണിമത്തൻ ഓർത്താൽ മതി. 3 ലെയർ. അതിന്റെ ഏറ്റവും പച്ച കളറാണ് എന്തെന്ന് പറയുന്ന ഭൂവൽക്കം. അതിന്റെ റെഡ് ഷെയ്ഡാണ് എന്ത്? മാന്റില്. മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് എന്തെന്ന് പറയുന്ന ശിലാമണ്ഡലം. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്? കുറെ കിലോമീറ്റർ വീതിയുണ്ട്, അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയുണ്ട്, എന്നാൽ ഏകദേശം 100 കിലോമീറ്റർ വരെ കനമാണ് കേട്ടോ. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 കിലോമീറ്റർ വരെയാണ്. ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നത്. ഈ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതാണ് കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതാകാം. അപ്പൊ ഈ വൻകര എന്താ പറയാ, ഈ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാന്ന് പറയുന്നത്? ഒന്നിലെ വൻകര ഭാഗമായിരിക്കും, അല്ലെങ്കിൽ കടൽത്തറ ഭാഗമായിരിക്കും, അല്ലെങ്കിലോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതാവാം. എന്താ ശിലാമണ്ഡല ഫലകങ്ങൾ നീട്ടില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ഹിമാലയത്തിന്റെ പിറവിയിലേക്ക് വരുവാണ്. ഭൗമശിലാപാളികളുടെ ചലനമാണ് ഇതിന് ഉദാഹരണം. അതായത് ഈ വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. അതായത് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു നിർത്തില്ലേ ശിലാമണ്ഡല ഫലകങ്ങളെ കുറിച്ച്, അതാണ് പറയുന്നത്. ഭൗമശിലാപാളികളുടെ ചലനമാണ് ഇതിന് കാരണം. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താ പറയുന്നത്? വൻകരയും സമുദ്രഭാഗവും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ഭൂവൽക്കത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, വൻകര ഭാഗം സമുദ്രഭാഗം അല്ലെ. ഈ രണ്ടും കൂടെ ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത്. ശിലാമണ്ഡലത്തിന് താഴ്ന്ന
താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്, ഈ ശിലാമണ്ഡലം എന്ന് പറയുന്നത് 100 കിലോമീറ്റർ വരെ കട്ടിയുള്ളതാന്ന് പറഞ്ഞല്ലോ, കനത്തിലുള്ളതാണ്. ഇതിന്റെ താഴെയായിട്ട് ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് എന്ത് എന്ന് പറയുന്നത്, അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഭൗമപാളികൾ ഇങ്ങനെ ചലിക്കുന്നു. ഇതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്, ടെക്ടോണിക് ഫലകങ്ങളാണ് അല്ലെ. ടെക്ടോണിക് ഫലകങ്ങളുടെ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ എന്ത് ചെയ്യും, സാവധാനം ചലിക്കും. ഇങ്ങനെ ഫലക ചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാണ്. അപ്പൊ എന്താ പറയുന്നത്, ഫലക ചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. 3 തരം ഫലക അതിരുകളാണ് ഉള്ളത്. അതിലൊന്നാണ് സംയോജക സീമ. എടാ നോക്കടാ, 2 ഇങ്ങനെ വന്നു. ഇവര് തമ്മിൽ കൂട്ടി യോജിക്കുന്നതാണ് എന്ത്, 2 ഫലകങ്ങൾ തമ്മിൽ ഇങ്ങനെ വന്നിട്ട് അടുക്കുന്ന അതിരാണ് എന്തെന്ന് പറയുന്ന സംയോജക സീമ എന്ന് പറയുന്നത്. അങ്ങനെ 2 വന്ന് അടുക്കുന്ന പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്ന സംയോജകം എന്ന് പറയുന്നത്. ഇനി വിയോജകം എന്ന് ചോദിച്ച് ഇവരിങ്ങനെ അകന്നകന്ന് വിയോജിപ്പാണ്. ഇങ്ങനെ അകന്നു പോകുന്നതാണ് എന്ത് എന്ന് പറയുന്നത്, ഫലങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണ് എന്ത് എന്ന് പറയുന്നത്, വിയോജക സീമ. ഇനി ഇവര് 2 ഫലകങ്ങൾ ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തെന്നി മാറിപ്പോവും. തിരശ്ചീനമായിട്ട് ഇങ്ങനെ തെന്നി മാറിപ്പോവും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഛേദക സീമ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് 3 ഫലകാതിരുകൾ ഏതൊക്കെയാ, ഒന്ന് സംയോജക സീമ, അതായത് 2 ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് സംയോജകം എന്ന് പറയുന്നത്. ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു, വിയോജകം എന്ന് പറയുന്നു. ഇനി ഫലകങ്ങൾ തമ്മിൽ തിരശ്ചീനമായി ഉരസി മാറുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു, ഛേദക സീമ എന്ന് പറയുന്നു. ഇനി സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കും. എന്ത് ചെയ്യും, സംയോജക സീമയില്ലടാ, ഇവിടെ ഇങ്ങനെ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളികൾക്ക് എന്ത് സംഭവിക്കും, വലനം, ഒരു ഫോൾഡിങ് ഉണ്ടാവുകയാണ്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വതങ്ങളാണ് മടക്കു പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വതങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്, മടക്കു പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. എന്താ പറയുന്നത്, ഒരു 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ ഉപദ്വീപീയ ഇന്ത്യയുടെയും അതുപോലെ ആസ്ട്രേലിയൻ വൻകര ഉൾക്കൊള്ളുന്ന ഇന്ത്യ ഫലകത്തിന്റെ സ്ഥാനം എവിടെയായിരുന്നു, ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് ഇങ്ങനെ നീങ്ങി എന്തായി, യൂറേഷ്യ ഫലകത്തിനടുത്തേക്ക് വന്നപ്പോൾ ഈ 2 ഫലകങ്ങളുടെ ഇടയിൽ നിലകൊണ്ടിരുന്ന തെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാനായിട്ട് തുടങ്ങി. അപ്പൊ എന്ത് മനോഹരമായിട്ടല്ലേ ഓരോന്നും നടക്കുന്നത്. എന്താ പറയുന്നത്, ഇങ്ങനെ ഈ ഇന്ത്യ ഫലകം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നല്ലോ, ഈ ഇന്ത്യ ഫലം പിന്നീട് എന്ത് ചെയ്യാണ്, വടക്കോട്ട് ഇങ്ങനെ നീങ്ങി യൂറേഷ്യൻ ഫലകത്തിനടുത്തേക്ക് വന്നു. ഈ 2 ഫലങ്ങൾ, അതായത് ഇന്ത്യ ഫലകങ്ങളും യൂറേഷ്യ ഫലകങ്ങളുടെ ഇടയിൽ ഒരു നദി ഉണ്ടായിരുന്നു. എന്തായിരുന്നു, ഒരു സമുദ്രം ഉണ്ടായിരുന്നു. അതായിരുന്നു ഏത് എന്ന് പറയുന്നത്, തെതീസ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്തു, സമുദ്രത്തിന്റെ അടിത്തട്ട്, ഇങ്ങനെ തെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇത് തമ്മിൽ ഇങ്ങനെ വന്ന് കൂട്ടി യോജിപ്പിച്ചപ്പോ ഇതെന്താ മടങ്ങി വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വത രൂപം കൊണ്ടത്. അപ്പൊ എങ്ങനെയാ ഹിമാലയ രൂപം കൊള്ളുന്നത്, ഹിമാലയ എങ്ങനെ രൂപം കൊള്ളുന്നത്, ഇന്ത്യ ഫലകവും അതുപോലെ തന്നെ ഏത് ഫലകവും തമ്മിൽ, യൂറേഷ്യൻ ഫലകവും തമ്മിൽ സംയോജിച്ചപ്പോ എന്ത് ചെയ്തു, തെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നാണ് എന്തുണ്ടാവുന്നത്, ഹിമാലയ പർവ്വതം രൂപം കൊള്ളുന്നത്. ഇനി ഹിമാലയ പർവ്വത രൂപം കൊണ്ടിട്ടുള്ളത് ഏത് തരം ഫലകാതിരിലാ, ഏത് തരത്തിലാണ്, ഏത് ഫലകാതിരത്തിലാ, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സംയോജക സീമയിലാണ് കേട്ടോ. ഇനി അടുത്തത് എന്താണ് ഗിരികാന്തരം. എന്താണ് ഗിരികാന്തരങ്ങൾ, ആഴമേറിയ ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികാന്തരങ്ങൾ. ഇത് കണ്ടോടാ, ആഴമേറിയ ചെങ്കുത്തായ ഭയങ്കര ആഴമേറിയ ചെറിയ പ്രദേശത്തിൽ ഇതാണ് എന്ത് എന്ന് പറയുന്നത്, ഇതുണ്ട് ഇവിടെ കണ്ടോ, ഇതാണ് ഗിരികാന്തരങ്ങൾ എന്ന് പറയുന്നത്. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വത നിരക്ക് കുറുകെ ഗിരികാന്തരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പൊ എവിടെ പർവ്വതത്തിന് കുറുകെ പിന്നെ ഈ നദികൾ, സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ ഏത് പ്രോസസ്സിലൂടെയാണ് ഹിമാലയ പർവ്വതത്തിന് കുറുകെ ഗിരികാന്തരങ്ങൾ സൃഷ്ടിക്കുന്നത്, അപരദനത്തിലൂടെ. ഏതിലൂടെയാ, അപരദനത്തിലൂടെ. അത് മറക്കരുത് കേട്ടോ, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാം. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വത നിരക്ക് കുറുകെ ഗിരികാന്തരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇനി എന്താണ് ഹിമാലയം പ്രാദേശിക വിഭവങ്ങളും എന്നാണ് പറയുന്നത്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ
പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ നിർമ്മിച്ചുകൊണ്ട്, അതാണ് ഈ ആഴമേറിയ താഴ്വര എന്ന് പറയുന്നത് എന്താണ്? ഗിരികാന്തരങ്ങളാണ്. നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. അപ്പൊ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, അല്ലെ ഹിമാലയ നദികൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യാണ്? ആഴമേറിയ താഴ്വരകൾ നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. പർവ്വതനിരയ്ക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനമാക്കിയാണ് ഹിമാലയത്തിലെ പ്രാദേശിക വിഭവങ്ങളായിട്ട് വേർതിരിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്? പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനമാക്കി, എന്തിനെ അടിസ്ഥാനമാക്കിയ? നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭവങ്ങളായിട്ട് വേർതിരിക്കുന്നത്. ഇനി അതേതൊക്കെയാ നോക്കാം. ഒന്ന് പടിഞ്ഞാറൻ ഹിമാലയം. ഏതൊക്കെയാ? പടിഞ്ഞാറ് ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഏതൊക്കെയാ? പടിഞ്ഞാറ് ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഇത് അവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? മധ്യ ഹിമാലയാണ് ഈ മഞ്ഞ കളർ. ഇതുണ്ടോ? ഒരു യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? ഇത് ഈ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കിന്റെ കുറച്ച് ഭാഗമൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ന് പറയുന്ന മധ്യ ഹിമാലയ. ഇനി കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ഒരു ബ്രൗൺ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? ഇതാണ് കേട്ടോ, ഒരു ബ്ലാക്ക് പോലത്തെ ഒരു കളറിൽ കിഴക്കൻ ഹിമാലയം. ഇനി പടിഞ്ഞാറ് ഹിമാലയം എന്ന് പറയുന്നത് ഏതാടാ? പച്ച. ഇതാണ് പടിഞ്ഞാറ് ഹിമാലയം. അപ്പൊ ഇത് പടിഞ്ഞാറ് ഹിമാലയം, ഇത് മധ്യ ഹിമാലയം, ഇത് കിഴക്കൻ ഹിമാലയം. കിട്ടിയില്ലേ? അപ്പൊ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നദികൾ ഒഴുകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഇങ്ങനെ വേർതിരിച്ചിരിക്കുന്നത്. ഇനി ഹിമാലയത്തിൽ 3 പ്രാദേശിക മേഖലകളും അവയെ വേർതിരിക്കുന്ന നദികളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇത് പഠിക്കണം കേട്ടോ. ഇത് നമ്മളോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എക്സാമിന്. നമുക്ക് കൂട്ടി യോജിപ്പിക്കാനോ ഒക്കെ, എന്നിട്ട് 1, 2 ശരി, 2, 3 ശരി, ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ PSCന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഹിമാലയ മേഖല ഒന്ന് പടിഞ്ഞാറൻ ഹിമാലയം. ഏതൊക്കെ നദികളെ ബന്ധിപ്പിക്കുന്നത്? സിന്ധുവിനെയും കാളിയെയും ബന്ധിപ്പിക്കുന്ന ഹിമാലയ മേഖല ഏതാ? പടിഞ്ഞാറൻ ഹിമാലയം. ഏതാണ്? പടിഞ്ഞാറൻ ഹിമാലയം. അതുപോലെ മധ്യ ഹിമാലയം എന്ന് പറയുന്നത് ഏതൊക്കെയാടാ? ഈ കാളിയും ടീസ്റ്റയും തമ്മിൽ വേർതിരിക്കുന്ന നദികളാണ് മധ്യ ഹിമാലയം. കാളിയെയും ടീസ്റ്റയും വേർതിരിക്കുന്ന നദികളാണ് മധ്യ ഹിമാലയം. അതുപോലെ കിഴക്കൻ ഹിമാലയോ? ടീസ്റ്റ, ബ്രഹ്മപുത്ര. ഏതൊക്കെയാ? ടീസ്റ്റ, ബ്രഹ്മപുത്ര. അപ്പൊ പടിഞ്ഞാറ് ഹിമാലയം എന്ന് പറയുന്ന വേർതിരിക്കുന്ന നദികൾ ഏതൊക്കെയാ? സിന്ധു, കാളി. അതുപോലെ മധ്യ ഹിമാലയം എന്ന് പറയുന്നത് കാളി, ടീസ്റ്റ. കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത് ടീസ്റ്റ, ബ്രഹ്മപുത്ര. മറക്കരുത് കേട്ടോ. ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് 3 മേഖലകളായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? ഇതിനെ പ്രാദേശികമായിട്ട് വീണ്ടും തിരിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. ഏതിനെയാടാ? പടിഞ്ഞാറ് ഹിമാലയത്തെ. ഈ മേഖലയില്ലേ, ഈ മേഖലത്തെയാണ് നമ്മൾ എന്തായിട്ട്, ഈ മേഖലേനെയാണ്, ഈ പടിഞ്ഞാറ് ഹിമാലയത്തെ വീണ്ടും നമ്മൾ എത്രയായിട്ട് തിരിക്കുകയാണ്? ഏതൊക്കെയായിട്ടാണ് തിരിക്കുന്നത്? ഇത് കണ്ടോ? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കുകയാണ്. അതിൽ കാശ്മീർ ഹിമാലയത്തെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ പ്രാദേശിക മേഖല നമ്മളിപ്പോ ഇതുവരെ കണ്ടത് പ്രാദേശിക മേഖല. ഹിമാചലിനെ 3ആയിട്ട്, ഹിമാലയ മേഖലേനെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാ? പടിഞ്ഞാറ് ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്ക് ഹിമാലയം. അപ്പൊ ഇതിൽ ഇനി പടിഞ്ഞാറ് ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ എന്ന് പറയുന്നത് സിന്ധുവും കാളിയാണ് അല്ലെ. ഈ ഹിമാലയത്തെ, പടിഞ്ഞാറ് ഹിമാലയത്തെ വീണ്ടും നമ്മൾ എത്രയായിട്ട് തിരിക്കുന്നുണ്ട്? 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ഏതാ? കാശ്മീർ ഹിമാലയം, 2 ഹിമാചൽ ഹിമാലയം, 3 ഉത്തരാഖണ്ഡ് ഹിമാലയം. കാശ്മീർ ഹിമാലയം ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയും ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ കാശ്മീർ ഹിമാലയത്തിന്റെ നീളം എത്രയാ? 700 കിലോമീറ്റർ. വീതി എത്രയാ? 500 കിലോമീറ്റർ. മഞ്ഞു മൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം, സത്കർ, ലഡാക്ക്, പീർ പഞ്ചാൽ. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോടാ? മഞ്ഞു മൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളാണ് ഏതൊക്കെ? കാരക്കോറം, സത്കർ, ലഡാക്ക്, പീർ പഞ്ചൽ എന്നിവ. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടി ഏതാ? ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടി ഏതാടാ? PSC എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. മൗണ്ട് ഗേറ്റു. മൗണ്ട് ഗേറ്റുവിന്റെ അല്ലെങ്കിൽ വേറൊരു പേരും കൂടി ഉണ്ടല്ലോ മൗണ്ട് ഗേറ്റുവിന്. ഗോഡ്വിൻ ഓസ്റ്റി. എന്താ പേര്? ഗോഡ്വിൻ ഓസ്റ്റി. ഇതിന്റെ ഏകദേശ ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 8611 മീറ്റർ ആണ്. എത്രയാ? 8611. അപ്പൊ ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയാണ് ഇത് മൗണ്ട് ഗേറ്റു അല്ലെങ്കിലോ ഗോഡ്വിൻ ഓസ്റ്റി. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് എത്രയാണടാ? 8611 മീറ്റർ. ഇത് മൗണ്ട് ഗേറ്റു സ്ഥിതി ചെയ്യുന്ന എവിടെയാ? കാരക്കോറം നിരയിലാണ് കേട്ടോ.
അത് എവിടെ ഉൾപ്പെടുന്ന? കാശ്മീർ ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അടുത്തത് സിയാച്ചിൻ, ബോൾട്ടോരോ തുടങ്ങിയ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. അപ്പൊ ഇവിടുത്തെ ഈ എന്താ പറയാ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ഹിമാനികൾ ഏതൊക്കെയാണടാ? സിയാച്ചിനും ബോൾട്ടോരോയും തുടങ്ങിയവ. സിന്ധു നദിയും അതിന്റെ പോഷക നദികളായ രവി, ചലം, ചിനാവ് തുടങ്ങിയവയും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഈ ഹിമാനികളാണ്. അപ്പൊ സിന്ധു നദിയിലും അതുപോലെ തന്നെ സിന്ധു നദിക്ക് എത്ര പോഷക നദികളുള്ള? 5 അല്ലെ. അതിൽ ഏതൊക്കെയാ? ഈ അതിന്റെ പോഷക നദികളായ രവി, ചലം, ചിനാവ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്ന ഈ ഹിമാനികളാണ്. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്ന പർവ്വതനിരകളിലെ ചുരങ്ങളിലെ അതാണ് പർവ്വതങ്ങളുടെ ഇരുവശങ്ങളും തമ്മിൽ ഇങ്ങനെ വലിയ വലിയ പർവ്വതങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതിനെ തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്ന ആരാണ്? പർവ്വതങ്ങളിലെ ചുരങ്ങളാണ്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. പീർപാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൾ ചുരത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? അപ്പൊ പീർപാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ബനിഹാൾ ചുരം. ഇത് എന്തിനെ തമ്മിലാ ബന്ധിപ്പിക്കുന്നത്? ജമ്മു കാശ്മീര് പിന്നെ ജമ്മുവിനെ കാശ്മീറുമായിട്ട് താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത് എന്ന് പറയുന്നത്? ബനിഹാൾ ചുരം എന്ന് പറയുന്നത്. ഇനി എന്താണ് സിയാച്ചിൻ ഹിമാനി? എന്താണ് സിയാച്ചിൻ ഹിമാനി എന്ന് പറയുന്നത്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയെ എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി ഏതാ? സിയാച്ചിൻ. മറക്കരുത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഫാക്റ്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. SCRT ആണ്. നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അധികം ഒന്നും വേറെ എവിടെയും തപ്പിപ്പോണ്ട. ആദ്യം SCRT നന്നായി പഠിക്കുക. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനി അറിയപ്പെടുന്നത്. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാല്. എന്താ പറയുന്നത്? ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാല്. ഈ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ദാല് ട്ടോ. അതുപോലെ തന്നെ ഇതൊരു ശുദ്ധജല തടാകം കൂടിയാണ്. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണ് ഏത് എന്ന് പറയുന്നത്? കാശ്മീർ. ദാൽ തടാകത്തിലെ ശിഖർ തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രയാണ്. അപ്പൊ എന്താ പറയുന്നത്? ഈ ജമ്മു കാശ്മീരിലെ ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട തടാകമാണ് ഏത് എന്ന് പറയുന്നത്? ദാല്. ഇതിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? ശ്രീനഗർ ആണ് കേട്ടോ. ഇവിടുത്തെ പ്രധാന ഒരു ടൂറിസം മേഖലയും കൂടിയാണ് ഏത് എന്ന് പറയുന്നത്? ദാല്. ഇനി ഗുൽമാർഗ്. പർവ്വതച്ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. എന്താ? പർവ്വതച്ചരങ്ങളില് വേനൽക്കാലങ്ങളിലൊക്കെ എന്ത് ചെയ്യും? വേനൽക്കാലത്ത് രൂപം കൊള്ളുന്നതാണ് ഇതോ. പുൽമേടുകളാണ് എന്തെന്ന് അറിയപ്പെടുന്ന മർഗുകൾ. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെട്ട മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇതുണ്ടോടാ? മഞ്ഞുകാലത്ത് ഇങ്ങനെയായിരിക്കും, വേനൽക്കാലത്ത് ഗുൽമാർഗ് ഇങ്ങനെയായിരിക്കും. സോൺമാർഗ്, ഗുൽമാർഗ് എന്നിവ ഇവയിൽ ചിലതാണ്. ഇനി അടുത്തത് നമ്മൾ കാശ്മീർ ഹിമാലയത്തെ കുറിച്ചിട്ടല്ലേ ഇപ്പൊ കണ്ടത്. ഇത് ഏതിന്റെ ഭാഗാന്നാ പറഞ്ഞ? പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ഭാഗാന്നല്ലേ പറഞ്ഞേ. ഇനി ഇതിൽ അടുത്തതാണ് ഹിമാചൽ ഹിമാലയം. ഇനി അടുത്തത് ഏതാ? ഹിമാചൽ ഹിമാലയമാണ്. പ്രധാനമായി ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം. അപ്പൊ ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികൾ ഏതൊക്കെയാ? ചിനാവ്, രവി, ബിയാസ്. മറക്കരുത് കേട്ടോ. ഈ ഹിമാലയത്തിലെ പ്രധാന നദികൾ ഏതൊക്കെയാ? ചിനാവ്, രവി, ബിയാസ് എന്നിവയാണ്. ഈ പ്രദേശത്തെ പർവ്വതനിരയാണ് ദൗളത്, പീർപാഞ്ചൽ എന്നിവ. ഇവിടുത്തെ പർവ്വതനിരകൾ ഏതൊക്കെയാ? ദൗളത്, പീർപാഞ്ചൽ എന്നിവ. പർവ്വത ഭാഗങ്ങളിൽ അനേക ശുദ്ധജല തടാകങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചന്ദ്രതാൽ, സൂരജ് എന്നിവ ഇവയിൽ ചിലതാണ്. ഹിമാചൽ പ്രദേശിലെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലാച്ച ചുരവും കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവും ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന. എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ബാരാലാച്ചില ചുരവും അതുപോലെ റോഹ്താങ്. ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. ഇത് ഏതിന്റെ ഭാഗമാണെന്നാ പറയുന്നത്? ഹിമാചൽ ഹിമാലയത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ബാരാലാച്ചില ചുരം ഏതിനെയൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കിനെയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ബാരാലാച്ചില ചുരവും. അതുപോലെ തന്നെ റോഹ്താങ് ചുരം ഏതിനെയൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? കുളു താഴ്വരയും ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്നു.
ഇനി കുളു, കാഗ്ര, ലാഹുൽ തുടങ്ങി മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ഏതൊക്കെയാ? കുളു, കാഗ്ര, ലാഹുലും അതുപോലെ തന്നെ സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാ? ഷിംല, മണാലി എന്നിവയൊക്കെ കേട്ടോ. ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ചൂട് നീരുറവകൾ കാണപ്പെടാറുണ്ട്. എന്താ പറയുന്നത്? ശൈത്യവും മണ്ണുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായിട്ട് എന്തൊക്കെ കാണപ്പെടാറുണ്ട്? ചൂട് നീരുറവയും കാണപ്പെടാറുണ്ട്. ഇനി എങ്ങനെയാണ്, ഇതാണ് കേട്ടോ കുളു താഴ്വര, കണ്ടോ? ഇതാണ് കുളു താഴ്വര. ഇനി എങ്ങനെയാണ് ചൂട് നീരുറവകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു. ഇങ്ങനെ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളില് ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ എന്താക്കുകയും ചെയ്യുന്നു? ചൂടാക്കുകയും ചെയ്യുന്നു. എന്താ പറയുന്നത്? പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുന്നു. അപ്പൊ ഈ ശിലകൾ ഭൂഗർഭജലത്തെ എന്താക്കും? ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂട് പിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുകയാണ് ചൂട് നീരുറവകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഭൗമോപരിതലത്തിന്റെ അടിയിലേക്ക് ഉപരിതലത്തിൽ എത്തുന്ന വെള്ളം എന്ത് ചെയ്യുന്നു? ശിലാപാളികളിൽ എത്തുകയും സജീവമായ ഭൗമ പ്രവർത്തനം നടക്കുന്നിടങ്ങളിൽ എന്ത് ചെയ്യും? ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂട് പിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? ചൂട് നീരുറവകൾ എന്ന് പറയുന്നത്. ഇനി ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചൂട് നീരുറവകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് നുബ്ര താഴ്വര, മണികരൺ, ബീർഗംഗ, ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്? ചൂട് നീരുറവകൾക്ക് ഉദാഹരണമായിട്ട്. ഇതിൽ മണികരൺ ഹിമാചൽ പ്രദേശിൽ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചൂട് നീരുറവകളിൽ നിന്നുള്ള ഭൗമ താപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. അപ്പം വൈദ്യുതി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് ഭൗമ താപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഏത് എന്ന് പറയുന്ന മണികരൺ. ഹിമാചൽ പ്രദേശിലെ മണികരൺ ചൂട് നീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് PSC എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഭൗമ താപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഏതാ? മണികരൺ. അത് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശില്. ഇനി അടുത്ത, നമ്മളിപ്പോ 2 എണ്ണം കഴിഞ്ഞു. ഇനി മൂന്നാമതായിട്ട് എങ്ങോട്ടേക്കാ പോകുന്നത്? ഇനി മൂന്നാമതായിട്ട് ഉത്തരാഖണ്ഡ് ഹിമാലയം. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. എവിടെ മുതലാ? സത്ലജ് നദി മുതൽ, അതായത് സിന്ധു നദിയുടെ പോഷക നദിയാണ് കേട്ടോ സത്ലജ്. അവിടെ മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് എന്ത് എന്ന് പറയുന്നത്? ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പൊ എന്താ പറയുന്നത്? ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്ന പേരെന്താ? ഗഡ്വാൾ ഹിമാലയം. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്ന പേരെന്താ? ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. നന്ദാദേവി, കാമറ്റ്, ബദരിനാഥ്, കേദാർനാഥ് തുടങ്ങി ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികൾ ഏതൊക്കെയാ? നന്ദാദേവി, കാമറ്റ്, ബദരിനാഥ്, കേദാർനാഥ് തുടങ്ങിയവയൊക്കെയാണ് കേട്ടോ. അതുപോലെ ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായി ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും എവിടെ കാണപ്പെടുന്നുണ്ട്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ. ഏതാ? ഗംഗാ നദിയുടെ ഉത്ഭവം ഏതാടാ? ഗംഗോത്രി അല്ലെ. അതുപോലെ തന്നെ യമുന നദിയുടെയോ? യമുനോത്രി. ഈ ഹിമാനികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ നൈനിറ്റാള്, ഭീംതാല് തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. അപ്പൊ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ്? നൈനിറ്റാലും ഭീംതാലും കേട്ടോ. കിട്ടുന്നില്ലടാ, കുറച്ച് 2-3 പ്രാവശ്യം കേട്ടു നോക്കണം. SCRT ആണ്, കൂടുതൽ കണ്ടന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ജോഗ്രഫി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ദൂണുകൾ എന്നറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോടാ സിവാലിക് എവിടെയാന്ന്? ഈ സിവാലിക്കിന്റെ ഇടയിൽ കാണപ്പെടുന്ന ലെസർ ഹിമാലയം എന്ന് പറയുന്നത് ഏതാ? ഹിമാദ്രിയിലെ. ഹിമാദ്രിക്ക് സിവാലിക് മലനിരകൾക്കിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് എന്ത് എന്ന് പറയുന്നത്? ദൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ എന്നാണ് മലയാളത്തില്. അപ്പൊ ഡെറാഡൂൺ ഇതിന് പ്രസിദ്ധമാണ്. അപ്പൊ ഡൂണുകൾക്ക് ഏറ്റവും ഉദാഹരണം ഏതാ? ഡെറാഡൂൺ എവിടെയും സ്ഥിതി ചെയ്യുന്ന? ഉത്തരാഖണ്ഡില്. ഇവിടുത്തെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ എവിടെയാ കാണപ്പെടുന്നത്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കേട്ടോ. ഇതാ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് കാണപ്പെടുന്നത്. വിനോദസഞ്ചാരത്തിനായിട്ട് ഇത്
പ്രയോജനപ്പെടുത്താട്ടോ. മണ്ണിനടിയിൽ വിഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നു. അതിന് ഉദാഹരണമാണ് ദയാര ബുഗ്യാലും അതുപോലെ ഗോഡ്സോൺ ബുഗ്യാലും കേട്ടോ. ഏതൊക്കെയാ? ദയാര ബുഗ്യാലും ഗോഡ്സോൺ. അപ്പൊ എന്താ ബുഗ്യാൽ എന്ന് പറയുന്നത്? വേനൽക്കാല പർവ്വതശരകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ എന്ന് പറയുന്നത്. ഇനി ബുഗ്യാലും ആട്ടിടയന്മാരും. ഹിമാലയത്തിന്റെ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ വൃക്ഷരേഖയ്ക്ക് ഹിമാലയരേഖയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ മേഖലയിൽ ബുഗ്യാൽ എന്നറിയപ്പെടുന്നു. അപ്പൊ ഇത് എന്താണ്? ശരിക്കും പുൽമേടാണ് കേട്ടോ. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച് പുൽമേടുകളായി മാറുന്നു. ഈ അവസരങ്ങളിൽ താഴ്വരകളിൽ നിന്ന് ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളിൽ എത്തുന്നു. താഴ്വരകൾ വരണ്ടു തുടങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ഇവർ താൽക്കാലികമായ പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തു മൃഗങ്ങളോടൊപ്പം താമസിക്കുന്നു. മഞ്ഞുകാലം ആരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വരകളിൽ വസിക്കുന്നു. വളർത്തു മൃഗങ്ങൾക്കൊപ്പം താഴ്വരകളിലേക്കും തിരികെ പർവ്വതങ്ങൾ പുൽമേടുകളിലേക്കുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്? മഞ്ഞുകാലത്ത് ഇവിടെ എന്തായിരിക്കും? ഫുൾ മഞ്ഞ് വീഴും. അത് കഴിഞ്ഞ് വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് എന്താവും? ഇവിടെ ഫുൾ പച്ച പുൽമേടാവും. അപ്പൊ ആട്ടിടയന്മാരെന്താക്കും? ഈ വേനൽക്കാലങ്ങളിൽ ഇവിടെ വന്ന് വളർത്തുമൃഗങ്ങളെയൊക്കെ മേയാൻ വേണ്ടി വിടും. എന്നിട്ട് തിരിച്ചു പോകും. ഇതിനെയാണ് എന്തെന്ന് പറയുക? ഈ കാലി ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇവരുടെ ഈ പോക്കില്ലേ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഹ്യൂമൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മധ്യ ഹിമാലയം എന്താന്നുള്ളത്. അടുത്ത എന്താ പറയുന്ന? മധ്യ ഹിമാലയം. അപ്പൊ രണ്ടാമത്തെയാണ്. ആദ്യത്തത് കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? മധ്യ ഹിമാലയം. കാളി നദി മുതൽ ടീസ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. നമ്മൾ നേരത്തെ കണ്ടൂല്ലേ? അതെ, പടിഞ്ഞാറ് ഹിമാലയം കണ്ടു, മധ്യ ഹിമാലയം. പടിഞ്ഞാറ് ഹിമാലയം എന്ന് പറയുന്നത് ഏതായിരുന്നു? ഇത്. ഇനി ഈ മധ്യ ഹിമാലയം, ഹിമാദ്രി, ഹിമാചല്, സിവാലിക്കൊക്കെ ചേരുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ മധ്യ ഹിമാലയത്തിന്റെ വേറൊരു മേഖലയാണ് നേപ്പാൾ ഹിമാലയം. ഭൂരിഭാഗം നേപ്പാളിലാണ്. ഈ മധ്യമേഖലയുടെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. മധ്യ ഹിമാലയത്തിന് പടിഞ്ഞാറ് സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ മധ്യ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രദേശം ഏത് മാത്രമേ ഉള്ളൂ? സിക്കിമും ഡാർജിലിംഗും മാത്രമേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? മൗണ്ട് എവറസ്റ്റ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ലോകത്തിലെ രണ്ടാമത്തെ കൊടുമുടി ഏതാ? മൗണ്ട് കെ2 എന്നായിരുന്നു അല്ലെ പറഞ്ഞ. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാ? നേപ്പാളിലാണ്. കാഞ്ചൻജംഗ പർവ്വതം, ഇന്ത്യ ചൈന അതിർത്തി സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്താണ്. അപ്പൊ മധ്യ ഹിമാലയത്തിൽ ഏതൊക്കെയാ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റും അതുപോലെ തന്നെ കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തി സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യ ഹിമാലയത്തിലാണ്. ഇനി കുത്തി ഒഴുകുന്ന ടീസ്റ്റ നദിയും അതിന്റെ നദീതീര തട്ടുകളും സിക്കിം ഹിമാലയത്തിന് സവിശേഷതയാണ്. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? നോക്കി, മധ്യ ഹിമാലയത്തിന്റെ ഒരു സവിശേഷതയാണ് ഇത് എന്ന് പറയുന്നത്. കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും അതിന്റെ നദീതീര തട്ടുകളും സിക്കിമും ഹിമാലയത്തിന്റെ സവിശേഷതകളാണ്. ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു ഭൂപ്രകൃതി സവിശേഷതകളൊക്കെ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ആ കൊളോണിയൽ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ആരംഭിച്ചു? തേയില കൃഷി ആരംഭിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഏതാണ്? കിഴക്കൻ ഹിമാലയം. മധ്യ ഹിമാലയം കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? കിഴക്കൻ ഹിമാലയം. അപ്പൊ പടിഞ്ഞാറ് ഹിമാലയം പറഞ്ഞു, മധ്യ ഹിമാലയം പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഏതാണ്? കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറ് ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. എങ്ങനെയാ പറഞ്ഞ? പടിഞ്ഞാറ് ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്ക് ഹിമാലയം ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അസാ ഹിമാലയം എന്ന് അറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് ഏത്? നാംച ബർബ. ഏതാ? നാംച ബർബ. നാംച പർവ്വതം സ്ഥിതി ചെയ്യുന്ന എവിടെ? കിഴക്കൻ ഹിമാലയത്തിലാണ്. ഇതിന്റെ ഉയരം എത്രയാടാ? 7756 മീറ്റർ. SCERT കൊടുത്തുകൊണ്ട് തന്നെ നന്നായി പഠിക്കണം കേട്ടോ. പഠിച്ചു വെക്കണം, ഓർത്തു വെക്കണം. നാംച ബർബയുടെ ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 7756 മീറ്റർ ആണ്. ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാന നദികൾ. അപ്പൊ പ്രധാന നദികൾ ഏതൊക്കെയാ? കിഴക്കൻ ഹിമാലയത്തിലെ ബ്രഹ്മപുത്ര, കമങ്, ലോഹിത്, സുബൻസിരി. ഇതൊക്കെ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് കേട്ടോ.
ഇനി അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോണ്ടില ചുരം, മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന തിപ്പു തുടങ്ങിയവ പ്രധാന ചുരങ്ങളാണ്. അപ്പൊ കിഴക്കൻ ഹിമാലയത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 2 ചുരങ്ങൾ ഏതൊക്കെയാ? ബോണ്ടില ചുരവും അതുപോലെ തന്നെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു എന്നിവ പ്രധാന ചുരങ്ങളാണ്. ഇനി പൂർവാഞ്ചൽ കുന്നുകൾ, ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഹിമാലയ പർവ്വതം വടക്ക് കിഴക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായിട്ടാണ് കാണപ്പെടുന്നത്. കാണിച്ചു തരാവേ. ഇതുണ്ടോ? ഇതാണ് ആ ഭാഗം. ഇങ്ങനെ ചെറിയ ചെറിയ ഈ പിന്നെ ഉത്തരപർവ്വത മേഖല ഇവിടെ എത്തുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കുന്നുകൾ, ഇതുണ്ടോ? നാഗാ കുന്നുകള്, ജയന്തിയ, പട്കായി ഭൂമി, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണ് കേട്ടോ കാണപ്പെടുന്നത്. ഇങ്ങനെ എന്താ പറയാ, ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാഞ്ചൽ കുന്നുകൾ എന്നും അറിയപ്പെടുന്നു. അപ്പൊ എന്താ പറയുന്നത്? സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകളെ എന്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിൽ അറിയപ്പെടുന്ന? പൂർവാഞ്ചൽ കുന്നുകൾ. എടാ അപ്പൊ ഈ സൈഡ് കേട്ടോ, ഈ ഭാഗത്തേക്ക് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അത് പിന്നെ ഏത് പേരിൽ അറിയപ്പെടുന്ന? പൂർവാഞ്ചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നു. പട്കായി ഭൂം, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇവയിൽ പ്രധാനപ്പെട്ടത്. ഏതൊക്കെയാ? പട്കായി ഭൂം, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ട. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാ? ചിറാപുഞ്ചി അല്ലെ. അതുപോലെ തന്നെ മൗസിൻഡ്രോ എന്നീ പ്രദേശങ്ങളും ഇവിടെയാണ്. ഈ പൂർവാഞ്ചൽ കുന്നുകളിലാണ് ഏതൊക്കെ കാണപ്പെടുന്നത്? ചിറാപുഞ്ചി, മൗസിൻഡ്രോ എന്നീ പ്രദേശങ്ങളും കാണപ്പെടുന്നത്. നദികൾ മുറിച്ചു കടക്കാവുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന പാലങ്ങൾ, ഇതുണ്ടോ? മേഘാലയയിലെ വേരുകൾ കൊണ്ടുള്ള പാലം. ഈ പ്രദേശത്തെ മനുഷ്യർ പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങിയാണ് ജീവിക്കുന്നതിന്. അതായത് ഇങ്ങനെയുള്ള നദികളൊക്കെ മുറിച്ചു കടക്കുന്ന ഇതുപോലെയുള്ള വേരുകളൊക്കെ മുറിച്ചു വെച്ചിട്ടാണ് കേട്ടോ. ഇനി കെയ്ബുൾ ലജാവോ എന്താ? ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നതാണ് ഏത്? കെയ്ബുൾ ലജാവോ. വടക്കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തകിലാണ് കെയ്ബുൾ ലജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലോക്തകിലാണ് കേട്ടോ. തടാകമാണ് ഏറ്റവും വലിയ, വടക്കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക്തക്. അവിടുത്തെ ദേശീയോദ്യാനം ഏതാണ്? കെയ്ബുൾ ലജാവോ. അത് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ചലിക്കുന്ന ദേശീയോദ്യാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുണ്ടി. എന്താ പറയുന്നത്? പുണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞേ. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുണ്ടി. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയെ ലോങ്താങ് തടാകത്തിലെ പുണ്ടികൾ ചേർന്നാണ് കെയ്ബുൾ ലജാവോ ദേശീയോദ്യാനം. അപ്പൊ എന്താ പറയുന്നത്? സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ഇതെല്ലാം കൂടി അടങ്ങുന്ന ഒരു തനത് ആവാസ വ്യവസ്ഥയാണ് ഏതെന്ന് പറയുന്ന ലോക്താങ് തടാകം. ഈ തടാകത്തിൽ പുണ്ടികൾ ചേർന്നതാണ് കെയ്ബുൾ ലജാവോ എന്ന് പറയുന്നത്. തണ്ണീർത്തട സംരക്ഷണത്തിനുള്ള റാംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലം കൂടിയാണ് ഏത്? ലോക്താങ് തടാകത്തിലെ പുണ്ടികൾ അല്ലെ കെയ്ബുൾ ലജാവോ ട്ടോ. ഇനി കാലാവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത്. എവിടത്തെയാ? ഉത്തരപർവ്വത മേഖല. ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ മധ്യേഷ്യക്കുമിടയിൽ ഒരു കാലാവസ്ഥ വിഭാജക, അതായത് ക്ലൈമാറ്റിക് ഡിവൈഡ് തീർക്കുന്നുണ്ട്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അത് പ്രദേശത്തിന്റെ ഉയരത്തിലും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വതച്ചെരികളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പം സിവാലിക്കിലൊക്കെ എന്തായിരിക്കും ഉണ്ടാവുക? ഉയരം കുറഞ്ഞ പർവ്വതച്ചെരങ്ങളിലൊക്കെ മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും കേട്ടോ. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായി ഇവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് ശൈത്യ കാലാവസ്ഥയായിരിക്കും, മഞ്ഞുമൂടിയ. എന്നാൽ ഉയരം കുറഞ്ഞ സിവാലിക്കിന്റെ ഒക്കെ മല അടിവാരത്തൊക്കെ എങ്ങനെയായിരിക്കും? മിതോഷ്ണ കാലാവസ്ഥ ആയിരിക്കും. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും
ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പൊ ഉയരം കൂടുന്നതിനനുസരിച്ച് ശൈത്യം കൂടി വരുന്ന ഓർത്താൽ മതി. ഉയരം കുറഞ്ഞ സിവാലിക് ഭാഗങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും? മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. എന്നാൽ അതിനേക്കാളും കുറച്ചും കൂടി ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ എന്തായിരിക്കും? എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ശൈത്യ കാലാവസ്ഥയായിരിക്കും. എന്നാൽ നന്നായിട്ട് ഉയരം കൂടിയ ഭാഗങ്ങളിൽ ലഡാക്ക് പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ എന്തായിരിക്കും? ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നത്. ഇനി സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. എന്താ പറയുന്നത്? സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവില്ലടാ, അവിടെ വടക്കിഴക്കൻ ഇന്ത്യയിലും അതുപോലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. ഇനി പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ്. ഈ പർവ്വതങ്ങളുടെ ഉയരം കൂടിയ ഭാഗങ്ങളിൽ എന്തായിരിക്കും? മഞ്ഞുവീഴ്ചയായിരിക്കും ഉണ്ടാവുക. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിലും പൂർവാഞ്ചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മഴ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. ഏറെക്കുറെ മുഴുവൻ നീരാവി ഈ പ്രദേശത്തേക്ക് തന്നെ ലഭിക്കുന്നു. ഇനി അതിനാൽ വടക്കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയയിലാണ് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നത്. മേഘാലയയിലാണല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം അല്ലെ. ഇനി നദീ വ്യവസ്ഥ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം. അപ്പൊ ഹിമാലയൻ നദികൾ എന്ന് അറിയപ്പെടുന്ന തന്നെ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ്. അപ്പൊ ഈ നദികൾ അതിന്റെ പോഷക നദികൾ, അതായത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ അതിന്റെ പോഷക നദികളും ചേരുന്നതാണ് ഇതെന്ന് പറയുന്ന ഹിമാലയം നദികൾ എന്ന് പറയുന്നത്. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. മഴക്കാലമാണെങ്കിൽ മഴയിൽ നിന്ന് ലഭിക്കും, വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് മഞ്ഞുരുകി എന്ത് ചെയ്യും? ഇവിടെ നീരൊഴുക്ക് ഉണ്ടാവും. ഹിമാചൽ പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കുകളാണ് ഈ നദികൾക്കുള്ളത്. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതി മാറി ഒഴുകലും സാധാരണമാണ്. ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ രൂപ താഴ്വരകൾ, ഗിരികാന്തരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പൊ നോക്കിയേ, ഇതൊരു വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നദികൾ ഏതൊക്കെ ഭൂരൂപങ്ങളാ സൃഷ്ടിക്കുന്നത്? രൂപ താഴ്വരകള്, ഗിരികാന്തരങ്ങള്, വെള്ളച്ചാട്ടങ്ങളൊക്കെ കേട്ടോ. ഇനി വെള്ളച്ചാട്ടം. നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്ന് നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതിനെയാണ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നദി ഇങ്ങനെ ഒഴുകുന്നതിനിടയിൽ വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് കുത്തനെ പതിക്കുന്നതാണ് എന്ത്? വെള്ളച്ചാട്ടം. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ട രൂപം. അപ്പൊ ഇതിന് കാരണം, വെള്ളച്ചാട്ടം രൂപപ്പെടുന്നതിന് കാരണം എന്ത് തന്നെയാണ്? അപരദനം അല്ലെങ്കിൽ ഇറോഷനാണ് കേട്ടോ. ഇനി രൂപ താഴ്വര. നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീ തടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളാൽ ചെരിഞ്ഞ വശങ്ങളോടുകൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാലാണ് രൂപ താഴ്വര എന്നറിയപ്പെടുന്നത്. എന്താ പറയുക? നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം എന്ത് ചെയ്യും? വീതി വർദ്ധിക്കുകയും നദീതടങ്ങളുടെ അടിത്തട്ടിൽ അപരദനം മൂലം ആഴം ഇങ്ങനെ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? ഈ രൂപത്തിൽ ആവുന്നു. അതുകൊണ്ടാണ് ഇതിന് എന്ത് എന്ന് പറയുന്നത്? രൂപ താഴ്വര എന്ന് അറിയപ്പെടുന്നത്. ഇതുണ്ടോ ഹിമാലയൻ നദികൾ? ഈ നീല കളറുള്ളതൊക്കെ ഹിമാലയൻ നദികളാണ് കേട്ടോ. ഈ നീല ഇതുണ്ട്, ഈ ഒഴുകുന്നതൊക്കെ ഹിമാലയൻ നദികളാണ്. ഈ കിടക്കുന്ന ഇതുണ്ട്, ഈ കളറാണ് കേട്ടോ ഹിമാലയൻ നദികൾ. ഇനി മാനസ സരോവര തടാകത്തിനടുത്ത് ബോഗർ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിന്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറ് ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക്. ഇവിടുത്തെ കേട്ടോ, സിന്ധു, ചലം, ചെനാവ്, രവി, സത്ലജ്, ബിയാസ്, ഇതൊക്കെയാണ് സിന്ധുവിന്റെ പോഷക നദികൾ അല്ലെ. അപ്പൊ ഇതാണ് എന്ന് പറയുന്നത്? ഹിമാലയത്തിലെ വടക്കു പടിഞ്ഞാറ് ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. ഇനി ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിന്റെ പോഷക നദികളായ യമുന, ഗാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ. ഇതാണ് ഇത് കേട്ടോ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഈ ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ. ഇനി അതുപോലെ മാനസ സരോവർ തടാകത്തിനടുത്ത് ചമയുങ്തും ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രി, അതിന്റെ പോഷക നദികളായ ദിവാങ്, ലോഹിത്, മാനസ് മുതലായവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ ഇവിടുത്തെ നദീവ്യൂഹം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഏതൊക്കെയാണ് ഈ നീരൊഴുക്ക് വ്യൂഹം? ഒന്ന് എക്സാമിന് മുമ്പ് ഒന്നും കൂടെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ഉത്തരപർവ്വത മേഖലയിലെ മണ്ണ്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. അപ്പൊ ഹിമാലയ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന മണ്ണിനേതാ? പർവ്വത മണ്ണും വനമണ്ണും. പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിന്റെ ഘടനയിലും തരി വലുപ്പത്തിലും വ്യത്യാസം ഉണ്ടാവും.
താഴ്വരകളിൽ നേർത്ത തരിയോട് കൂടിയതും ജൈവാംശം കൂടുതലുമുള്ള മണ്ണാണ് കാണപ്പെടുന്നത്. അപ്പൊ പർവ്വത മണ്ണിന് എന്തായിരിക്കും? ജൈവാംശം കൂടുതലായിരിക്കും. ഉയർന്ന ചെരുവുകളിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ സാധിക്കുക. താഴ്വരകളിൽ എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് നമുക്ക് കാണുന്നത്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. എപ്പോഴും PSC ചോദിക്കുന്നതാണ് കേട്ടോ അത്. കാശ്മീർ താഴ്വരകളിലെ ഹിമാനികളിൽ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. ഇവിടെ എന്ത് കൃഷി ചെയ്യുന്നുണ്ട്? കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഏതെന്ന് പറയുന്ന കരേവാസ് എന്ന് പറയുന്നത്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് കേട്ടോ ഇത്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. ഇത് കുങ്കുമ കൃഷിക്ക് അനുയോജ്യമാണ്. ഇതുണ്ട് കുങ്കുമ കൃഷി ചെയ്തിരിക്കുന്നത്. ഇനി ഉത്തരപർവ്വത മേഖലയിലെ സസ്യജാലങ്ങൾ. ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. കിഴക്കൻ ഹിമാലയത്തിലും വടക്കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. അപ്പൊ എന്താ പറയുന്നത്? കിഴക്കൻ ഹിമാലയത്തിലും വടക്കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ എത്രയാണ്? 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ നൈസർഗിക സസ്യജാലങ്ങളും അനുസൃതമായി മാറ്റം ദൃശ്യമാണ്. അപ്പൊ എന്താ പറയുന്നത്? ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതുകൊണ്ട് തന്നെ അവിടെ നൈസർഗിക സസ്യജാലങ്ങൾ കൂടുതലായിട്ട് കാണാൻ കഴിയും. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖല സസ്യജാലങ്ങളായ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാം. അപ്പൊ എന്താ പറയുന്നത്? ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങളും കാണാം, അതുപോലെ തന്നെ ശൈത്യമേഖല സസ്യങ്ങളായി തുന്ദ്രയും നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അർദ്ധനിത്യ ഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ അർദ്ധമിതോഷ്ണ വനങ്ങൾ കാണാം. പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ പർവ്വത ചെരുവുകളിൽ കൂടുതലായി വളരുന്നു. പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ, റെഡോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ അൽപൈൻ പുൽമേടുകളും കാണാം. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. താഴ്വരകളിൽ ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അർദ്ധനിത്യ ഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണാം. പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങളും അതുപോലെ പർവ്വത ചെരുവുകളിൽ കൂടുതലായിട്ട് വളരുന്നു. പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ, അതുപോലെ റെഡോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാം. ഇനി അടുത്തത് വന്യജീവി സമ്പത്ത്. സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നമാണ്. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ, കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങിയ നിരവധി ജീവിവർഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രം കൂടിയാണ് ഏത് എന്ന് പറയുന്ന ഉത്തരപർവ്വത മേഖല. ജൈവമണ്ഡല റിസർവുകൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയെല്ലാം വന്യജീവി സമ്പത്തിന്റെ സംരക്ഷണം ലക്ഷ്യം വെക്കുന്നത്. ഇനി ഉത്തരപർവ്വത മേഖലയിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണെന്നാ? ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. എല്ലാം പഠിച്ചു വെക്കണം, കാരണം ഇതെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ദച്ചിഹാം എവിടെ സ്ഥിതി ചെയ്യുന്ന? ജമ്മു കാശ്മീർ. പടിഞ്ഞാറ് ഹിമാലയത്തിലെ പ്രധാന ദേശീയോദ്യാനങ്ങളാണ്. ദച്ചിഹാം എവിടെയാ? ജമ്മു കാശ്മീർ. ഹെമിസ് എവിടെയാ? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്ന ഹിമിസിലല്ല, അതെവിടെയാ? പടിഞ്ഞാറ് ഹിമാലയത്തിൽ. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന എന്താണ്? ഉത്തരാഖണ്ഡ്. പൂക്കളുടെ താഴ്വര എവിടെയാ? ഉത്തരാഖണ്ഡ്. കോർബറ്റിൽ എവിടെയാ? ഉത്തരാഖണ്ഡ്. രാജാജി ദേശീയോദ്യാനവും എവിടെ തന്നെയാണ്? ഉത്തരാഖണ്ഡിൽ. അപ്പൊ ദച്ചിഹാം ജമ്മു കാശ്മീരില്, ഹെമിസ് ലഡാക്കില്, പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡ്, കോർബറ്റ് ഉത്തരാഖണ്ഡ്, രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്. ഇതൊക്കെയാണ് പടിഞ്ഞാറ് ഹിമാലയത്തിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ. ഇനി കിഴക്കൻ ഹിമാലയത്തിലാണെങ്കിലോ കാഞ്ചൻജംഗ സിക്കിം, ദ്രിബു സെക്കോവ അതെവിടെയാ? ആസാമില്. കാസിരംഗ അസ്സാം, മാനസ് അസ്സാം, കെയ്ബുൾ ലജാവോ മണിപ്പൂർ. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒഴുകുന്ന തടാകം, ചലിക്കുന്ന ദേശീയോദ്യാനം, അതാണ് കേബിൾ ലജാവോയിൽ കേട്ടോ. അപ്പൊ മണിപ്പൂർ. ഇതൊക്കെയാണ് കേബിൾ ലജാവോ മണിപ്പൂരിലാണ്. അതുപോലെ മാനസ് അസ്സാം, കാസിരംഗ അസ്സാം, ദിബ്രു സൈക്കോവ അസ്സാം, കാഞ്ചൻജംഗ സിക്കിം. ഇതൊക്കെയാണ് കിഴക്കൻ ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഇനി ഇവിടുത്തെ കൃഷി രീതി എങ്ങനെയാണെന്നാണ്. ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ്. ഇവിടെ നമുക്ക് കൃഷി ചെയ്യാനുള്ള സാഹചര്യം തീരെ കുറവാണ് കേട്ടോ. ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രതികൂല ഘടകങ്ങൾ. അപ്പൊ എന്തൊക്കെ കാരണമാണ് കൃഷി ചെയ്യാൻ പറ്റാത്ത? ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില. എന്നിരുന്നാൽ ഈ പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികൾ ഏർപ്പെടുന്നു. പർവ്വത ചെരുവുകളിലെ തട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിന് അനുയോജ്യമായി വിളകൾ കൃഷി ചെയ്യുന്നു.
നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. കിഴക്കേ ഹിമാലയത്തിൽ പർവ്വത ചെരുവുകളിലും താഴ്വരകളിലും പ്രത്യേകിച്ച് അസ്സാം, ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷിക്കാണ് കൂടുതലായി ഉള്ളത്. വടക്കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്ര ജനത സ്ഥാനമാറ്റ കൃഷി പോലുള്ള പരമ്പരാഗത കൃഷി രീതികൾ പിന്തുടരുന്നവരാണ്. ഇത് എന്താണ്? സ്ഥാനമാറ്റ കൃഷി രീതി കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരപർവ്വത മേഖലയിലാണ്. ഇനി മൃഗപരിപാലനം. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിത മാർഗമാണ് എന്ത് എന്ന് പറയുന്നത്? മൃഗപരിപാലനം. പ്രദേശത്തിന്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തുമൃഗങ്ങളുടെ ഇനത്തിലും മറ്റും മാറ്റം വരും. താഴ്വരകളിൽ ആട്, പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയും ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെ വളർത്തുന്നു. അപ്പൊ എന്തിനൊക്കെ ഇവിടെ വളർത്തുന്നത്? താഴ്വരകളിൽ ആട്, പശു, അതുപോലെ തന്നെ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിലാണ് അവിടെ എന്തിനാ വളർത്തുന്നത്? ചെമ്മരിയാട്, കുതിര. ശൈത്യ മേഖലയിലാണെങ്കിലോ എന്തിനാ വളർത്തുന്നത്? യാക്ക് പോലുള്ള മൃഗങ്ങളെ വളർത്തുന്നു. പടിഞ്ഞാറ് ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഏത് എന്ന് പറയും? ഗുജ്ജർ. അപ്പൊ ഗുജ്ജറിനെ കുറിച്ച് ഓർക്കണം കേട്ടോ. എവിടെയുള്ളത്? പടിഞ്ഞാറ് ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് എന്ത് എന്ന് പറയുന്നത്? ഗുജ്ജർ എന്ന് പറയുന്നത്. ഇനി ടൂറിസം. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഏത്? ടൂറിസം. ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതിനാൽ ഹിമാചൽ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിനേറെ സാധ്യമുള്ള ഒരു വരുമാനദായക മേഖലയായി മാറിയിട്ടുണ്ട്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലയിലെ ടൂറിസം വികസനത്തിന് തുടക്കമിട്ടത്. കൈലാസ, മാനസ സരോവര, അമർനാഥ്, ഹേമകുണ്ടക്ക് സാഹിബ് തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിയിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചതോടെയാണ് ടൂറിസം വികസനത്തിന് രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. ഇപ്പൊ ബ്രിട്ടീഷുകാരാണ് എന്ത് ഇവിടുത്തെ അനുകൂല കാലാവസ്ഥയൊക്കെ തിരിച്ചറിഞ്ഞ് ഇവിടെ എന്ത് ആരംഭിക്കുന്നത്? സുഖവാസ കേന്ദ്രങ്ങൾ. അത് ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിറ്റാൽ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഏതൊക്കെയാ? ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിറ്റാൽ ഒക്കെ കേട്ടോ. 1953 മെയ് 29-ന് ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. അപ്പൊ ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയത് ആരൊക്കെയാ? ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും. എന്നാണ്? 1953 മെയ് 29. അത് ഓർത്തിരിക്കണം കേട്ടോ. ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയത് ആരൊക്കെയാ? ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും. എന്നാണ്? 1953 മെയ് 29-ന്. ടൂറിസം വികസനത്തിന്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസ്റ്റ് സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചത്. ഇന്ന് പർവ്വതാരോഹണം, പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് തുടങ്ങി സാഹസിക വിനോദസഞ്ചാര മേഖലയും ഏറെ വികസിച്ചിട്ടുണ്ട്. പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളെ എല്ലാം മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ടെൻസിംഗ് നോർഗെ. ഇതൊക്കെ ഓർത്ത് വെച്ചോട്ടോ. PSC എന്തൊക്കെ എടുത്തില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. SCRT-യിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പം ഹിമാലയ പർവ്വതം ഒരു പ്രതിബന്ധമല്ല, പകരം പുറം ലോകത്തേക്ക് തുറന്നിട്ടൊരു കവാടമാണ്. അപ്പൊ ഇന്ന് നമ്മൾ കണ്ടത് ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഉയരം കൂടിയ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ ഉത്തരപർവ്വത മേഖലയെ കുറിച്ചിട്ടും അതിന്റെ വിവിധ മേഖലകളെ കുറിച്ചിട്ടുമാണ് കണ്ടത്. അപ്പൊ നിങ്ങൾ ക്ലാസ് ഒരു 2 പ്രാവശ്യമെങ്കിലും കാണുക. എന്നിട്ട് അതിന്റെ നോട്ട് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.